മനോരമയുടെ പ്രധാനപ്പെട്ട വാർത്ത അല്ലെങ്കിൽ തലക്കെട്ട് എന്ന് പറയുന്നത് ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ പിടിച്ചെടുത്ത വാർത്തയാണ്. അത് പിടിച്ചെടുത്തത് ഈ ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ 5.2 കോടിയുടെ മരുന്ന് പിടിച്ചെടുത്തു എന്നുള്ള വാർത്തയാണ്. വാങ്ങുന്നതെല്ലാം മരുന്നല്ല എന്നാണ് അതിൻ്റെ തലക്കെട്ട് തന്നെ. വളരെ കൗതുകമുള്ളൊരു തലക്കെട്ടാണ്. പിടിച്ചത് 5 ജില്ലകളിൽ നിന്ന് മറ്റ് ജില്ലകളിലെ കണക്ക് ലഭ്യമല്ല, സർക്കാർ മരുന്നിലും നിലവാരമില്ലാത്തതുണ്ട് എന്നുള്ള വിവരാവകാശ മറുപടി പുറത്ത് ആ മരുന്നുകളുടെ വിവരങ്ങൾ ഒപ്പം അതിൻ്റെ പേര് സഹിതം നൽകിയിരിക്കുന്നു. 2 വർഷത്തിനിടെ സംസ്ഥാനത്തെ 5 ജില്ലകളിൽ ഡ്രഗ് കൺട്രോൾ വിഭാഗം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് 5.2 കോടി രൂപ വില വരുന്ന ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ എന്ന് അതിൽ പറഞ്ഞിരിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട വാർത്ത. ഒപ്പം പ്രേക്ഷകരെ സംബന്ധിച്ചും വായനക്കാരെ സംബന്ധിച്ചും ഒക്കെ വലിയ ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതേതായാലും തിരുവനന്തപുരത്ത് നിന്ന് AS ഉല്ലാസിൻ്റെ വളരെ പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ അവർ നൽകിയിട്ടുണ്ട്. ഇതാണ് 1-ാം പേജിൽ മലയാള മനോരമ ഏറ്റവും കാര്യമായി പ്ലേസ് ചെയ്തൊരു വാർത്ത എന്ന് പറയുന്നത്. മാതൃഭൂമിയിലേക്ക് വന്നാൽ അതിൽ പല വാർത്തകളുള്ള ഒരു ദിവസമാണ്. തലക്കെട്ടിൽ പല രീതിയിലുള്ള തലക്കെട്ടുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 വാർത്തകൾ 1-ാം പേജിലുള്ളത്. ഒന്ന്, ഈ ജനിതകമാറ്റം വരുത്തിയ നെല്ലിനങ്ങൾ അത് ശാസ്ത്രജ്ഞർക്ക് മാധ്യമ വിലക്കുണ്ട്. അതായത് ജനിതകമാറ്റം വരുത്തിയ 2 നെല്ലിനങ്ങളെ ചൊല്ലിയുണ്ടായ വിവാദത്തിൽ അഭിപ്രായ വിലക്ക് ഏർപ്പെടുത്താൻ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് എന്ന് ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു താക്കീത് വാണിംഗ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ കാര്യം. അതുപോലെ ഈ മോശം ഭക്ഷണം പിടികൂടിയാൽ ആരെയും അറിയിക്കരുതെന്നുള്ള ആരോഗ്യവകുപ്പിൻ്റെ കേരളത്തിലെ ഒരു വാർത്തയെ കൂടെ ക്ലബ് ചെയ്തുകൊണ്ടുള്ള ന്യൂഡൽഹിയിലെയും തൊടുപുഴയിലെയും വാർത്തയെ ക്ലബ് ചെയ്തുകൊണ്ട് മിണ്ടരുത് എന്ന തലക്കെട്ടിൽ അവർ 1-ാം പേജിൽ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് ഒരു വളരെ പ്രധാനപ്പെട്ട 1-ാം പേജ് വാർത്ത എന്ന് പറയുന്നത്. മറ്റൊരു വാർത്തയുണ്ട് 1-ാം പേജിൽ, അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് മറ്റു ചില വാർത്തകളിലേക്ക് കൂടെ മലയാള മനോരമയിൽ പോകേണ്ടതുണ്ട്. കാരണം അത് നമുക്കറിയാവുന്നതുപോലെ ഇന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി അദ്ദേഹം ചുമതലയേൽക്കുകയാണ്. അപ്പോൾ നീതിക്ക് കാവലാൾ എന്ന് പറഞ്ഞുകൊണ്ട് മലയാള മനോരമ 7-ാം പേജിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു പ്രൊഫൈൽ സ്റ്റോറി, ബെഞ്ചില്ലാത്ത ക്ലാസ് മുറിയിൽ നിലത്തിരുന്ന് പഠിച്ചുയർന്ന സൂര്യകാന്തിനി ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ ബെഞ്ചിൻ്റെ നാഥൻ എന്നാണ്. ആ ഇൻട്രോയിൽ ആ പ്രാധാന്യമുണ്ട്. കാരണം ബെഞ്ച് ഇല്ലാത്ത ക്ലാസ് മുറിയിൽ എന്ന പ്രയോഗവും ഒപ്പം അദ്ദേഹം സുപ്രീം കോടതിയുടെ തലപ്പത്തേക്ക് പരമോന്നത നീതിപീഠത്തിൻ്റെ തലപ്പത്തേക്ക് അതുപോലൊരു വ്യക്തി വളരെ സാധാരണമായൊരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരാൾ കയറി വരുന്നു എന്നുള്ളതാണ്. അവിടെ ആ കാലഘട്ടത്തിൽ അവിടെ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ ഇംഗ്ലീഷ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൂടുതൽ മീഡിയമുള്ള സ്കൂളുകൾ പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത്.